നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിർബന്ധമായും അറിയേണ്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ 2-ാം തീയതി മുതൽ ആരംഭിക്കും. ഏതൊക്കെ കാർഡുകൾക്ക് എത്ര കിലോ അരി ലഭിക്കും, ആട്ട, ഗോതമ്പ്, മണ്ണെണ്ണ വിതരണം എങ്ങനെയായിരിക്കും, നീലക്കാർഡുകാർ അറിയേണ്ട പ്രധാന മാറ്റം എന്താണ്, മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൗജന്യ റേഷൻ വിതരണം എങ്ങനെ ലഭിക്കും, അപേക്ഷിക്കേണ്ടത് എവിടെയാണ്, ഇതെല്ലാം വളരെ വ്യക്തമായും വിശദമായും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രമേ അവസാനിപ്പിക്കാവൂ. നിങ്ങളുടെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കും റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന എല്ലാവരിലേക്കും വിവരം എത്തിക്കാനും മറക്കരുത്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നോക്കാം. 2026 ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 2 നാളെ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആരംഭിക്കുന്നതാണ്. ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂൺ 30-ന് അവസാനിച്ചിരിക്കുകയാണ്. ജൂലൈ 1-ന് റേഷൻ കടകൾക്ക് അവധിയായതിനാൽ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഇതിനുശേഷം ജൂലൈ 2 മുതൽ, അതായത് നാളെ മുതൽ പതിവ് പോലെ വിതരണം ആരംഭിക്കും. അതിനാൽ റേഷൻ വാങ്ങാൻ പോകുന്നവർ തീയതി മനസ്സിൽ സൂക്ഷിക്കുക. ആദ്യം മഞ്ഞക്കാർഡുകാർക്ക് ലഭിക്കുന്ന വിഹിതം നോക്കാം. മഞ്ഞക്കാർഡുകാർക്ക് ഈ മാസം ലഭിക്കുന്നത് 30 കിലോ അരി. ഇത് പൂർണ്ണമായും സൗജന്യമായിരിക്കും. അതോടൊപ്പം 2 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിരിക്കും. ഇതിനു പുറമെ 3 പാക്കറ്റ് ആട്ട ലഭിക്കും. ഒരു പാക്കറ്റിന് 7 രൂപ നിരക്കിലാണ് വിതരണം. അതിനാൽ മഞ്ഞക്കാർഡുകാർക്ക് ലഭിക്കുന്ന പ്രധാന വിഹിതം 30 കിലോ അരി, 2 കിലോ ഗോതമ്പ്, 3 പാക്കറ്റ് ആട്ട. അതുപോലെ പിങ്ക് കാർഡുകാരുടെ വിഹിതം നോക്കാം. കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരി വീതം സൗജന്യമായി ലഭിക്കും. അതോടൊപ്പം ഓരോ അംഗത്തിനും 1 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും 4 കിലോ വരെ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട വാങ്ങാൻ കഴിയും. ഒരു പാക്കറ്റിന് 9 രൂപ നിരക്കിലാണ് ഈ ആട്ട വിതരണം ചെയ്യുന്നത്. അതായത് ഗോതമ്പ് വേണമോ ആട്ട വേണമോ എന്നത് ലഭ്യമായ സൗകര്യപ്രകാരം തിരഞ്ഞെടുക്കാം. ഇനി നീല റേഷൻ കാർഡ് ഉടമകൾ, കാർഡിൽ ഓരോ അംഗത്തിനും 2 കിലോ അരി ലഭിക്കും. 1 കിലോയ്ക്ക് 4 രൂപയാണ് വില. സ്റ്റോക്ക് ലഭ്യമാണെങ്കിൽ പരമാവധി 4 കിലോ വരെ ആട്ട ലഭിക്കും. ആട്ടയുടെ വിലയ്ക്ക് കിലോയ്ക്ക് 17 രൂപയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്. മുൻപ് നീല കാർഡുകാർക്ക് ലഭിച്ചിരുന്ന അധിക അരി വിഹിതം ഇനി ലഭിക്കില്ല. ആ അധിക വിഹിതം നിർത്തലാക്കിയിരിക്കുകയാണ്. അതിനാൽ മുൻപ് കിട്ടിയ അളവിൽ ഇനി അരി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവാം. ഇനി വെള്ള കാർഡ് ഉടമകൾ, ഒരു കാർഡിന് ആകെ 4 കിലോഗ്രാം അരി ലഭിക്കും. 1 കിലോയ്ക്ക് 10 രൂപ 90 പൈസയാണ് വില. സ്റ്റോക്ക് ലഭ്യമാണെങ്കിൽ പരമാവധി 4 കിലോ വരെ ആട്ട വാങ്ങാം. കിലോയ്ക്ക് 17 രൂപ നിരക്കിലാണ് വിതരണം. ഇനി ബ്രൗൺ കാർഡുകാർ, ബ്രൗൺ കാർഡ് വിഭാഗത്തിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു അംഗത്തിന് 2 കിലോഗ്രാം അരി ലഭിക്കും. കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് വിതരണം നടക്കുന്നത്. സ്റ്റോക്ക് ലഭ്യമാണെങ്കിൽ 1 കിലോ ആട്ടയും വാങ്ങാൻ കഴിയും. കിലോയ്ക്ക് 17 രൂപയാണ് വില വരുന്നത്. ഇനി മണ്ണെണ്ണ വിതരണം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിലേക്കുള്ള വിതരണമാണ്. വൈദ്യുതി സൗകര്യമുള്ള ഏവൈ കുടുംബങ്ങൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. വൈദ്യുതി സൗകര്യമുള്ള PHH, NPS, NPNS വിഭാഗങ്ങൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് കാർഡ് ഏത് വിഭാഗമായാലും 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. ഇത് ഗ്രാമപ്രദേശങ്ങളിലുള്ള നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസകരമായ തീരുമാനമാണ്. റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ 12 മണി വരെ, അതുപോലെ വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയാണ്. ഈ സമയത്തിനുള്ളിൽ റേഷൻ വാങ്ങാൻ പോകുന്നത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. ചിലർക്ക് കാർഡിൽ എത്ര വിഹിതം ലഭിക്കുമെന്ന് സംശയം ഉണ്ടാവാം. അതിന് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ വിവരങ്ങൾ ഓൺലൈനായി പരിശോധിക്കാം. കാർഡിൽ അനുവദിച്ചിരിക്കുന്ന അരി, ഗോതമ്പ്, ആട്ട, മറ്റു വിവരങ്ങൾ എല്ലാം ഓൺലൈൻ വഴി പരിശോധിക്കാൻ സൗകര്യമുണ്ട്. റേഷൻ വാങ്ങുന്നതിന് മുൻപ് ഇത് പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തത ലഭിക്കും. അതിനായി എൻ്റെ റേഷൻ ആപ്പ് അതുപോലെ ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് നോക്കാം. ഇനി മറ്റൊരു പ്രധാന പ്രഖ്യാപനമാണ്. കേരളത്തിൽ നിലവിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷം ട്രോളിംഗ് നിരോധന കാലയളവ് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം. ഈ കാലയളവിൽ മെക്കാനൈസ്ഡ് ബോട്ടുകൾ കടലിൽ പോകാൻ അനുമതിയില്ല. കടൽ സമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യങ്ങളുടെ പ്രജനനകാലം സംരക്ഷിക്കാനുമാണ് ഈ നിയന്ത്രണം. ട്രോളിംഗ് നിരോധനം കാരണം വരുമാനം നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ വിതരണം നടത്തുന്നതിനായി 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇത് നിരവധി കുടുംബാംഗങ്ങൾക്ക് വലിയ സഹായമാകും. ഇനി ഈ ആനുകൂല്യം ലഭിക്കുന്നത് ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികൾക്ക്, ചെമ്മീൻ പീലിംഗ് തൊഴിലാളികൾക്ക്,
മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികൾക്കും, അതായത് കടലിൽ നേരിട്ട് പോകുന്നവർ മാത്രമല്ല, ഈ മേഖലയെ ആശ്രയിച്ച് ജോലി ചെയ്യുന്ന മറ്റ് തൊഴിലാളികൾക്കും ഈ പദ്ധതി ബാധകമാണ്. അർഹരായ തൊഴിലാളികൾ സ്വന്തം പ്രദേശത്തെ മത്സ്യഭവൻ വഴി അപേക്ഷ സമർപ്പിക്കണം. വരുമാനം നഷ്ടപ്പെട്ടതായി ആവശ്യമായ രേഖകൾ സമർപ്പിച്ചാൽ പരിശോധനയ്ക്ക് ശേഷം സൗജന്യ റേഷൻ വിതരണം നടത്തും. ട്രോളിംഗ് നിരോധനമുള്ളപ്പോഴും പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനത്തിന് പോകാൻ അനുമതിയുണ്ട്. എന്നാൽ സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കാരിയർ ബോട്ട് മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതിന്റെ വിവരങ്ങൾ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസിൽ അറിയിക്കണം. കടലിൽ പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ബയോമെട്രിക് ID കാർഡ് നിർബന്ധമായും കൈവശം വെക്കണം. അതോടൊപ്പം ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങളും നിർബന്ധമാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വരാം. ഇൻബോർഡ് വള്ളങ്ങൾക്ക് ആവശ്യമായ മണ്ണെണ്ണ മത്സ്യഫെഡ് ബാങ്കറുകൾ വഴിയും അധികൃതമായി നിശ്ചയിച്ചിട്ടുള്ള ഔട്ട്ലെറ്റുകൾ വഴിയും മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. മറ്റു മാർഗങ്ങളിലൂടെ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പലപ്പോഴും റേഷൻ കടയിൽ എത്തിയ ശേഷമാണ് ചിലർക്ക് തങ്ങളുടെ വിഹിതത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവുന്നത്. ചിലർക്ക് അരിയുടെ അളവിനെക്കുറിച്ചും ചിലർക്ക് ഗോതമ്പ് അല്ലെങ്കിൽ ആട്ട ലഭിക്കുമോ എന്നതിനെക്കുറിച്ചും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് റേഷൻ വാങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ കാർഡിൽ ഈ മാസത്തെയുള്ള വിഹിതം പരിശോധിക്കുന്നത് നല്ലതാണ്. റേഷൻ വാങ്ങിയ ശേഷം ലഭിക്കുന്ന രസീത് നിർബന്ധമായും കൈവശം വയ്ക്കുക. ആ രസീതിൽ ലഭിച്ച അരിയുടെ അളവ്, ഗോതമ്പിന്റെ അളവ്, ആട്ട വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ, നൽകിയ തുക എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തെങ്കിലും വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ റേഷൻ കട ജീവനക്കാരോട് ചോദിച്ച് വ്യക്തത വരുത്തുക. പിന്നീട് പരാതി പറയുന്നതിനേക്കാൾ അപ്പോൾ തന്നെ പരിശോധിക്കുന്നതാണ് കൂടുതൽ സൗകര്യപ്രദമായിരിക്കുക. അതുപോലെ തന്നെ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ റേഷൻ കാർഡും ആവശ്യമായ തിരിച്ചറിയൽ രേഖകളും കൈവശം കരുതാൻ ശ്രദ്ധിക്കുക. കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, പുതിയ അംഗങ്ങളെ ചേർക്കേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതും ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതാണ് നല്ലത്. റേഷൻ കാർഡിലെ വിവരങ്ങൾ കൃത്യമായിരിക്കുമ്പോഴാണ് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നത്. ഇനി മണ്ണെണ്ണ വാങ്ങുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണെണ്ണ വിതരണം ഓരോ ക്വാർട്ടറിലുമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ കാർഡിന് ഈ ക്വാർട്ടറിൽ എത്ര ലിറ്റർ ലഭിക്കുമെന്ന് റേഷൻ കടയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുക. വൈദ്യുതിയുള്ള വീടുകൾക്കും വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്കും ലഭിക്കുന്ന അളവിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം പലർക്കും അറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഓർത്തു വയ്ക്കുക. സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിലുള്ള നിരവധി തെറ്റായ റേഷൻ വാർത്തകളും വ്യാജ സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട്. എല്ലാ കാർഡുകാർക്കും അധിക അരി, എല്ലാവർക്കും പ്രത്യേക ധനസഹായം, റേഷൻ കാർഡ് റദ്ദാക്കും, പുതിയ അപേക്ഷ നിർബന്ധം എന്നിങ്ങനെയുള്ള നിരവധി സന്ദേശങ്ങൾ പലരും പരിശോധിക്കാതെയാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. അത്തരം സന്ദേശങ്ങൾ വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അധികൃതരുമായി പ്രഖ്യാപിച്ച വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമയാസമയങ്ങളിൽ പരിശോധിക്കുന്നത് ഭാവിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ, റേഷൻ, ക്ഷേമ പെൻഷൻ, PM കിസാൻ, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതികൾ, മറ്റ് പ്രധാന സർക്കാർ അറിയിപ്പുകൾ എന്നിവ ലഭിക്കുന്നതിനെ നമ്മളുടെ ചാനലിനോടൊപ്പം തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.